ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം സെപ്റ്റംബർ 13. കഥയുടെ തിമിംഗലം. എന്നാൽ യഹോവ മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് അത് യോനായെ കരയ്ക്ക് ഛർദ്ദിച്ചു കളഞ്ഞു. യോനായുടെ പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യം. മൈക്കിൾ കുഞ്ചിനു വേണ്ടി മുങ്ങിത്തപ്പുകയായിരുന്നു. ഒരു വലിയ തിമിംഗലം അയാളെ കടിച്ച് വിഴുങ്ങുവാൻ ശ്രമിച്ചു. രക്ഷപ്പെടാനായി അയാൾ പരമാവധി കുതറിയെങ്കിലും തിമിംഗലത്തിൻ്റെ മസിലുകൾ അയാളെ ഞെരുക്കി. കഥ കഴിഞ്ഞെന്ന് അയാൾ കരുതി. എന്നാൽ തിമിംഗലങ്ങൾക്ക് കൊഞ്ചു മനുഷ്യരെ താല്പര്യമില്ലായിരിക്കും. 30 നിമിഷം കഴിഞ്ഞ് അത് മൈക്കിളിനെ പുറത്തേക്ക് തുപ്പി. അതിശയകരം, മൈക്കിളിൻ്റെ അസ്ഥികളൊന്നും ഒടിഞ്ഞില്ല. എന്നാൽ ധാരാളം മുറിവുകളുണ്ടായി. കൂടാതെ ഒരു കഥയുടെ തിമിംഗല കഥയും. മൈക്കിൾ ആദ്യത്തെ ആളായിരുന്നില്ല. യോനായെ ഒരു മഹാമത്സ്യം വിഴുങ്ങി. അത് യോനായെ കരയിൽ ഛർദ്ദിക്കുന്നതുവരെ 3 ദിവസം അതിൻ്റെ വയറ്റിൽ കിടന്നു. മൈക്കിളിനെ അവിചാരിതമായി തിമിംഗലം പിടിച്ചതാണെങ്കിൽ യോനായെ വിഴുങ്ങിയത് യോന ഇസ്രായേലിൻ്റെ ശത്രുക്കളെ വെറുത്തതുകൊണ്ടും അവരുടെ മാനസാന്തരം ഇഷ്ടപ്പെടാത്തതുകൊണ്ടുമാണ്. നിനവേയിൽ പോയി പ്രസംഗിക്കാൻ ദൈവം പറഞ്ഞപ്പോൾ യോന വേറെ സ്ഥലത്തേക്കുള്ള ബോട്ട് കയറി. അതുകൊണ്ട് അവനെ തിരിച്ചറിവിലേക്ക് കൊണ്ടുവരാൻ ദൈവം തിമിംഗലം പോലൊരു മത്സ്യത്തെ നിയമിച്ചു. യോന അസീറിയക്കാരെ വെറുത്തതിനെ കുറ്റപ്പെടുത്താനാകില്ല. അവർ പണ്ട് ഇസ്രായേലിനെ പീഡിപ്പിച്ചവരാണ്. ഏതാണ്ട് 50 വർഷത്തിനിടയിൽ അവർ വടക്കേ ഗോത്രങ്ങളെ ഇനിയൊരു തിരിച്ചുവരവില്ലാത്ത വിധം പ്രവാസത്തിലേക്ക് കൊണ്ടുപോകാനിരിക്കുകയുമാണ്. ഇങ്ങനെയുള്ള ഒരു അസീറിയയോട് ക്ഷമിക്കുക എന്നതിൽ യോനായിക്ക് അനിഷ്ടം തോന്നുന്നത് മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ യോന സകല ജനത്തിൻ്റെയും ദൈവമായവനേക്കാൾ ദൈവത്തിൻ്റെ ജനമായവരോടാണ് കൂടുതൽ കൂറ പുലർത്തിയത്. ദൈവം ഇസ്രായേലിൻ്റെ ശത്രുക്കളായവരെയും സ്നേഹിക്കുകയും രക്ഷിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവനാണ്. അവൻ നമ്മുടെ ശത്രുക്കളെയും സ്നേഹിക്കുന്നു, രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. ആത്മാവിൻ്റെ ചിറകുകൾ ധരിച്ച് യേശുവിൻ്റെ സുവിശേഷവുമായി നമുക്ക് അവരുടെ ഇടയിലേക്ക് പോകാം. ചിന്തിക്കുക, യേശുവിനെ അനുഗമിക്കേണ്ടവരായി ആരുണ്ട്? അവരോടുള്ള നിങ്ങളുടെ സ്നേഹം നിങ്ങൾ എങ്ങനെ വർദ്ധിപ്പിക്കും? ദൈവത്തിന് മഹത്വം.